ഈ വരുന്ന ഡിസംബർ 9, 11 തീയതികളിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള വോട്ടെടുപ്പ് നടക്കുകയാണ്. അതായത് പഞ്ചായത്ത് ഇലക്ഷൻ വരികയാണ്. അതുപോലെ തന്നെ അടുത്ത വർഷം 2026 മെയ് മാസത്തോടെ നമുക്ക് നിയമസഭാ ഇലക്ഷൻ കൂടി വരികയാണ്. അപ്പോൾ പലർക്കുമുള്ള സംശയം, ഇപ്പോൾ SAR നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ, തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. പലർക്കും എന്യൂമറേഷൻ ഫോം കിട്ടിയിട്ട് പോലുമില്ല. മറ്റു ചിലരൊക്കെ ഫോം ഫില്ല് ചെയ്ത് കൊടുത്തിട്ടേ ഉള്ളൂ. അപ്പോൾ ഈ വരുന്ന ഇലക്ഷനുകളിലൊക്കെ നമുക്ക് വോട്ട് ചെയ്യാൻ സാധിക്കുമോ, വോട്ടർ ലിസ്റ്റിൽ പേരുണ്ടോ, അങ്ങനെ നിരവധി ചോദ്യങ്ങളാണ് SAR കുറിച്ച് ഞാൻ ചെയ്ത കഴിഞ്ഞ വീഡിയോയിൽ ആൾക്കാർ ചോദിച്ചിട്ടുള്ളത്. അതിൽ നിന്ന് പ്രധാനമായിട്ടുള്ള 5 ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ആദ്യം ചോദ്യങ്ങൾ വായിച്ചു തരാം. ആദ്യത്തെ ചോദ്യം, SAR നടപടികൾ പൂർത്തിയായോ? പൂർത്തിയായില്ലെങ്കിൽ എപ്പോഴാണ് പൂർത്തിയാവുക? അതുപോലെ തന്നെ ഫോമിന്റെ കാര്യങ്ങളൊക്കെ അതിൽ ചോദിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ ചോദ്യം, ഡിസംബറിൽ നടക്കുന്ന പഞ്ചായത്ത് ഇലക്ഷനിൽ വോട്ട് ചെയ്യാൻ സാധിക്കുമോ എന്ന്. മൂന്നാമത്തെ ചോദ്യം, SAR പൂർത്തിയായാൽ വോട്ടർ ലിസ്റ്റിൽ പേര് നിലനിൽക്കുന്നുണ്ടോ എന്ന് എങ്ങനെ പരിശോധിക്കാം? അതുപോലെ തന്നെ നാലാമത്തെ ചോദ്യം, ഇതുവരെ എന്യൂമറേഷൻ ഫോം ലഭിക്കാത്തവർ എന്ത് ചെയ്യണം? അതുപോലെ അഞ്ചാമത്തെ ചോദ്യം, ഫോം പൂരിപ്പിച്ചു കൊടുത്ത് ദിവസങ്ങളെ ആയുള്ളൂ, അവരുടെ അവസ്ഥ എന്താണ്? അതായത് ഫോം ഫില്ല് ചെയ്തിട്ട് ഇപ്പോൾ കൊടുത്തിട്ടേ ഉള്ളൂ, ഇപ്പൊ ഇലക്ഷൻ അടുക്കാറായില്ലോ, 1 മാസം പോലും ഇല്ല, അപ്പൊ അവർക്ക് വോട്ട് ചെയ്യാൻ സാധിക്കുമോ? അങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഇതിന്റെയൊക്കെ മറുപടി ഞാൻ ഒരുമിച്ച് പറഞ്ഞു തരാം. ആദ്യം പറഞ്ഞു തരാനുള്ളത്, SAR നടപടികൾ പൂർത്തിയായിട്ടില്ല. BLO ഓഫീസർമാർ വീടാന്തരം എന്യൂമറേഷൻ ഫോമുകൾ നൽകിയിട്ട് വിവരശേഖരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ പ്രക്രിയ ഡിസംബർ 4-നാണ് അവസാനിക്കുന്നത്. അതായത് നിങ്ങൾക്ക് ഫോം ലഭിച്ചിട്ടില്ലെങ്കിലും ഡിസംബർ 4-നുള്ളിൽ ലഭിച്ചാൽ മതി. അപ്പോൾ ഡിസംബർ 4-ന് മുമ്പേ നിങ്ങൾക്ക് നിങ്ങളുടെ എന്യൂമറേഷൻ ഫോം ലഭിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ബൂത്ത് ലെവൽ ഓഫീസർ ഉണ്ടല്ലോ, അവരെ വിവരം അറിയിച്ച് നിങ്ങളുടെ ഫോം കരസ്ഥമാക്കിയിട്ട് കൃത്യമായി ഫില്ല് ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ വോട്ടർ പട്ടികയിൽ നിന്ന് നിങ്ങൾ തഴയപ്പെടുന്നതാണ്. ഡിസംബർ 4-ന് ശേഷം പിന്നീട് നിങ്ങൾക്ക് തിരുത്തലുകളൊന്നും സാധിക്കുന്നതല്ല. 2026 ഫെബ്രുവരി 7-നാണ് അന്തിമ വോട്ടർ പട്ടിക വരുന്നത്. അപ്പോൾ മാത്രമേ നമ്മുടെ പേര് വോട്ടർ പട്ടികയിൽ നിലനിൽക്കുന്നുണ്ടോ അല്ലെങ്കിൽ നമ്മൾ തഴയപ്പെട്ടോ എന്നൊക്കെ തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നിലവിലെ നിയമസഭാ വോട്ടർ പട്ടികയിൽ നമ്മുടെ പേരുണ്ടോ എന്നെങ്ങനെ പരിശോധിക്കാം? അതുപോലെ ഫെബ്രുവരിക്ക് ശേഷം നിങ്ങളുടെ പേര് വോട്ടർ ലിസ്റ്റിൽ ഉണ്ടോ എന്ന് എങ്ങനെ പരിശോധിക്കാം എന്നൊക്കെ വീഡിയോയിൽ വളരെ കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട്. ആ വിഷയങ്ങൾ പിന്നീട് പറഞ്ഞു തരാം. അപ്പോൾ പലർക്കുമുള്ള സംശയമാണ്, അന്തിമ വോട്ടർ പട്ടിക വരുന്നത് ഫെബ്രുവരി 7-നാണ്. പക്ഷെ നമ്മുടെ നാട്ടിൽ പഞ്ചായത്ത് ഇലക്ഷൻ നടക്കുന്നത് ഡിസംബർ 9, അതുപോലെ 11 തീയതികളിലാണ്. അപ്പോൾ വോട്ടർ പട്ടിക പരിഷ്കരണം നടക്കുന്നതിന് മുമ്പ് എങ്ങനെ വോട്ട് ചെയ്യാൻ സാധിക്കും? അത് ഞാൻ പറഞ്ഞു തരാം. നിയമസഭാ ഇലക്ഷൻ നടക്കുന്നത്, അതായത് മുഖ്യമന്ത്രിയൊക്കെ തിരഞ്ഞെടുക്കാനുള്ള ഇലക്ഷൻ നടത്തുന്നത് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. എന്നാൽ നമ്മുടെ പഞ്ചായത്ത് ഇലക്ഷൻ, അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഇലക്ഷൻ നടത്തുന്നത് സംസ്ഥാന ഇലക്ഷൻ കമ്മീഷനാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിലനിൽക്കുന്ന വോട്ടർ പട്ടിക ഉണ്ടല്ലോ, ഇപ്പൊ നിലവിൽ വോട്ടർ പട്ടികയിൽ പേരുള്ള എല്ലാവർക്കും ഈ പഞ്ചായത്ത് ഇലക്ഷനിൽ വോട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി അടുത്ത നിയമസഭാ ഇലക്ഷൻ, പിന്നെ അതിനുശേഷം ഇനി വരാനിരിക്കുന്ന പഞ്ചായത്ത് ഇലക്ഷനിലൊക്കെയാണ് SAR അടിസ്ഥാനത്തിൽ പുതുക്കിയ വോട്ടർ ലിസ്റ്റ് നിലവിൽ വരിക. ആ സമയത്ത് എല്ലാ ഇലക്ഷനുകളും അതിന്റെ അടിസ്ഥാനത്തിലാണ് നടക്കുക. അപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള വോട്ടെടുപ്പിൽ നിങ്ങൾക്ക് വോട്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ആ വോട്ടർ ലിസ്റ്റിൽ നിങ്ങളുടെ പേരുണ്ടോ എന്ന് പരിശോധിക്കണ്ടേ? അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യണമെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും കമന്റ് ചെയ്യണം. ഒരുപാട് ആൾക്കാർ കമന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അതിനെക്കുറിച്ചിട്ടൊരു വീഡിയോ ചെയ്യാം. ഓക്കെ, ഇനി SAR നടപടികൾ പൂർത്തിയായി കഴിഞ്ഞാൽ നിങ്ങളുടെ പേര് വോട്ടർ ലിസ്റ്റിൽ ഉണ്ടോ അല്ല തഴയപ്പെട്ടോ എന്നൊക്കെ എങ്ങനെ പരിശോധിക്കാമെന്നുള്ള കൂടുതൽ വിശദാംശങ്ങൾ വീഡിയോയിൽ പറഞ്ഞു തരാം. ആദ്യം നിങ്ങൾ ഇങ്ങനെ ഒരു വെബ്സൈറ്റിലേക്ക് വരേണ്ടതുണ്ട്. ഈ വെബ്സൈറ്റിലേക്ക് വരേണ്ട ലിങ്ക് ഫേസ്ബുക്കിലുള്ളവർക്ക് കമന്റ് ബോക്സിലും യൂട്യൂബിലുള്ളവർക്ക് ഡിസ്ക്രിപ്ഷനിലും ഉണ്ട്. ഇതിലൂടെയൊന്നും വരാൻ അറിയില്ലെങ്കിൽ സ്ക്രീനിൽ നിങ്ങൾക്കൊരു QR കോഡ് കാണാം, അത് സ്കാൻ ചെയ്തിട്ടും വരാം. അപ്പം നിങ്ങൾ ഈ ലിങ്കിലേക്ക് ക്ലിക്ക് ചെയ്ത് ഇതുപോലൊരു വെബ്സൈറ്റിൽ എത്തിക്കഴിഞ്ഞാൽ വളരെ സാവധാനത്തിൽ താഴേക്ക് സ്ക്രോൾ ചെയ്താൽ മതി, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഓപ്ഷൻ കാണുള്ളൂ. ഓക്കെ, ഇങ്ങ് താഴേക്ക് വന്നാൽ നിങ്ങൾക്കിവിടെ വെബ്സൈറ്റ് ലിങ്ക് എന്ന് കാണാം, അതിലേക്ക് നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇതുപോലൊരു ഓപ്ഷൻ ഓണായി കിട്ടും. ഇവിടെ ആദ്യം തന്നെ സ്റ്റേറ്റ് കേരള ആയിരിക്കും സെലക്ട് ആയി കിടക്കുന്നത്. ഇനി കേരള അല്ലെങ്കിൽ മാറ്റണം. ഓക്കെ, കേരളമാണ് നമുക്ക് വേണ്ടത്. ഇനി നിങ്ങൾക്ക് ഇവിടെ ഡിസ്ട്രിക്റ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം, ജസ്റ്റ് അതിലേക്ക് നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ ജില്ല ഏതാണ് അത് സെലക്ട് ചെയ്യുക.
ഓക്കെ, ഇനി മൂന്നാമതായി അസംബ്ലി മണ്ഡലം കണ്ടെത്തേണ്ടതുണ്ട്. ആ ഓപ്ഷനിലേക്ക് ക്ലിക്ക് ചെയ്താൽ ഇവിടെ എല്ലാ മണ്ഡലങ്ങളും കാണിക്കുന്നതാണ്. അതിൽ എൻ്റെത് ഇരിക്കൂറാണ്. ഞാൻ ഇരിക്കൂർ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, വോട്ടർ ലിസ്റ്റ് ഇപ്പോൾ എനിക്ക് മലയാളത്തിലാണ് ലഭിക്കുക. അതുകൊണ്ടാണ് ഇവിടെ മലയാളം സെലക്ട് ആയി കിടക്കുന്നത്. ഇനി നിങ്ങൾക്ക് മറ്റു ഭാഷകളാണ് വേണ്ടതെങ്കിൽ അതിൽ സെലക്ട് ചെയ്തിട്ട് ഭാഷ മാറ്റാവുന്നതാണ്. ഓക്കെ, ഇനി ഇവിടെ റോൾ ടൈപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. ഇതിലേക്ക് ക്ലിക്ക് ചെയ്താൽ പ്രധാനമായിട്ട് നിങ്ങൾക്ക് ഡ്രാഫ്റ്റ് റോള്, ഫൈനൽ റോൾ എന്ന രണ്ട് ഓപ്ഷനാണ് ഉണ്ടാവുക. നിങ്ങൾ നിലവിൽ വോട്ടർ ലിസ്റ്റിലുള്ളവരാണെങ്കിൽ ഫൈനൽ റോളാണ് സെലക്ട് ചെയ്യേണ്ടത്. പുതുതായി പേര് നൽകിയവർ, മണ്ഡലം മാറ്റാൻ വേണ്ടി റിക്വസ്റ്റ് കൊടുത്തത്, അങ്ങനെ തിരുത്തലുകൾക്കായിട്ട് കൊടുത്തവരാണെങ്കിൽ ഡ്രാഫ്റ്റ് റോളിലാണ് കൊടുക്കേണ്ടത്. ഞാനിപ്പോൾ ഫൈനൽ റോളിലാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ ഇവിടെ ക്യാപ്ച എഴുതേണ്ട ഓപ്ഷൻ കാണാം. ക്യാപ്ചയൊന്നും നിങ്ങളിപ്പോൾ കൊടുക്കരുത്. അതിനു മുൻപ് നിങ്ങളുടെ ബൂത്ത് കണ്ടെത്തേണ്ടതുണ്ട്. നിങ്ങൾക്കിപ്പോൾ മൊത്തം വോട്ടർ ലിസ്റ്റ് ഒന്നും ഡൗൺലോഡ് ചെയ്യേണ്ടല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ബൂത്ത് കണ്ടെത്താനായിട്ട് ഇവിടെ സ്കൂളിൻ്റെ പേരൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഒന്നുകിൽ നിങ്ങളുടെ സ്ഥലത്തിൻ്റെ പേര് അല്ലെങ്കിൽ സ്കൂളിൻ്റെ പേര് എന്താണ് ഇവിടെ സെർച്ച് ചെയ്യാൻ പറ്റുന്നതാണ്. എൻ്റെത് കൊയ്യമാണ് സ്ഥലം. ഞാനിവിടെ കൊയ്യം എന്ന് സെർച്ച് ചെയ്യുകയാണ്. ഓക്കെ, കൊയ്യത്ത് പ്രധാനമായിട്ട് 2 സ്കൂളിലാണ് വോട്ട് ചെയ്യുന്നത്. അതിൽ എൻ്റെ പ്രൈമറി സ്കൂൾ, ഇതാണ് എൻ്റെ സ്കൂള്. ഞാനത് സെലക്ട് ചെയ്യുന്നു. ഇത്രയും സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഇവിടെ ക്യാപ്ച എഴുതാം. ക്യാപ്ച എഴുതുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഇവിടെ ഒരു റീഫ്രഷ് ബട്ടൺ കാണാം. അതിലേക്ക് ക്ലിക്ക് ചെയ്ത് പുതിയ ക്യാപ്ച വന്നതിന് ശേഷം മാത്രമേ നിങ്ങൾ ഇവിടെ കൊടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ക്യാപ്ച തെറ്റാണെന്ന് കാണിക്കും. ഇനി നിങ്ങൾ അതിലെന്താണ് എഴുതിയിരിക്കുന്നത് ആ ക്യാപ്ച കൃത്യമായിട്ട് ഇവിടെ എൻ്റർ ചെയ്യാം. ഓക്കെ, ക്യാപ്ച എൻ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇവിടെ നിങ്ങൾക്ക് ഡൗൺലോഡ് സെലക്റ്റഡ് PDF എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. അതിലേക്കൊന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് കാണിക്കും. അല്പനേരം നിങ്ങൾ കാത്തിരിക്കണം, എങ്കിൽ മാത്രമേ ഡൗൺലോഡ് ആവുകയുള്ളൂ. ഇതാ ഇപ്പോൾ ഡൗൺലോഡ് സക്സസ്ഫുള്ളായി എനിക്ക് ഡൗൺലോഡ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ജസ്റ്റ് നിങ്ങൾ അതൊന്ന് ഓപ്പൺ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഡൗൺലോഡ് ചെയ്ത് ലഭിച്ച PDF ഫയലിൽ നമ്മുടെ ബൂത്തിന്റെ എല്ലാ ഡീറ്റെയിൽസും ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മൾ വോട്ട് ചെയ്യുന്ന സ്കൂളിന്റെ ചിത്രം, എന്തെങ്കിലും മാറ്റമുണ്ടെങ്കിൽ നമുക്ക് ഇതിലൂടെയൊക്കെ തിരിച്ചറിയാൻ സാധിക്കും. ഇനി തൊട്ട് താഴെ നമുക്ക് വോട്ടർ ലിസ്റ്റ് കാണാൻ സാധിക്കുന്നതാണ്. ഏകദേശം 41 പേജ് ഉണ്ട് കേട്ടോ. അപ്പം നമുക്ക് വോട്ട് ചെയ്യുന്ന ക്രമ നമ്പർ അറിയാമെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ക്രമ നമ്പർ കാണാൻ സാധിക്കുന്നതാണ്. ഇതാ 10, 13, ഈ 11 എന്നൊക്കെ പറഞ്ഞിട്ട് ക്രമ നമ്പർ ഉണ്ടല്ലോ. അപ്പം നിങ്ങളുടെ വോട്ട് ചെയ്യുന്ന ക്രമ നമ്പർ നിങ്ങൾക്ക് അറിയാമെങ്കിൽ വളരെ ഈസി ആയിട്ട് നിങ്ങളുടെ പേര് ഇതിനകത്ത് നിന്ന് കണ്ടെത്താൻ സാധിക്കുന്നതാണ്. ഇനി നിങ്ങൾക്ക് ക്രമ നമ്പർ അറിയില്ലെങ്കിൽ ഈ വോട്ടർ ലിസ്റ്റ് മുഴുവൻ നിങ്ങൾ പരിശോധിക്കേണ്ടി വരും. അപ്പോൾ നിലവിലുള്ള വോട്ടർ പട്ടികയിൽ നിങ്ങൾക്ക് പേരുണ്ടോ എന്ന് ഇതുപോലെ പരിശോധിക്കാൻ സാധിക്കുന്നതാണ്. ഇനി 2026 ഫെബ്രുവരി 7 ശേഷം നിങ്ങൾ ഞാൻ ഈ പറയുന്നത് പോലെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ പേര് വോട്ടർ പട്ടികയിൽ നിലനിൽക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ സാധിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ സേവ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഷെയർ ചെയ്ത് വെക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഫെബ്രുവരിയിലും ഇതുകൊണ്ട് ആവശ്യമുണ്ടാവും. നിങ്ങൾക്ക് ചെക്ക് ചെയ്യാനും ഈസിയാണ്. ഒന്നുകിൽ നിങ്ങൾ ഈ വെബ്സൈറ്റിൻ്റെ ലിങ്ക് സേവ് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഈ വീഡിയോയിൽ പറഞ്ഞു തരാനുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടും. അതുകൊണ്ട് ദയവായി ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ FTM ക്രിയേഷന്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ ഗുഡ് ബൈ.